ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കിന്ന് ഒരു മാക്സി എങ്ങനെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിൻ്റെ ബിറ്റാണ് വേണ്ടത്. മാക്സിൻ്റെ ബിറ്റ് എടുത്തിട്ടാണ് നമ്മളിത് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ മാക്സിൻ്റെ മെറ്റീരിയലാണിത്, ഒരു ബിറ്റാണ്. അപ്പോൾ ഇത് 3 മീറ്ററാണ് ഉണ്ടാവുക കേട്ടോ. നമുക്ക് ബിറ്റ് വാങ്ങുമ്പോൾ ചെറിയൊരു ബിറ്റാണ് ഉണ്ടാവുക, 3 മീറ്റർ. അപ്പോൾ നമ്മളതിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തുക. അപ്പോൾ ഇറക്കം നമുക്ക് 56 ഇഞ്ചാണ് വേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തുക, 3 ഇഞ്ച് കഴുത്തിൻ്റെ വീതി അടയാളപ്പെടുത്തുക, 4.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുക. പിന്നെ ഷോൾഡറിൻ്റെ താഴേക്കായിട്ട് 7.5 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തുക. പിന്നെ കൈക്കുഴിൻ്റെ നേരെ വന്നിട്ട് 12 ഇഞ്ച് ചെസ്റ്റ് അടയാളപ്പെടുത്തുക. പിന്നെ അങ്ങോട്ട് താഴേക്ക് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കുക, താഴെ മുട്ടുന്ന വരെ അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ബാക്ക് കഴുത്താണ് കേട്ടോ ആദ്യം തന്നെ വെട്ടുന്നത്. അതൊരു 3 ഇഞ്ച് ലെങ്ത്തിൽ വെട്ടിയെടുക്കുക. ഫ്രണ്ടും ബാക്കും ഒരേപോലെ വെട്ടിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്രണ്ടത്തെ കഴുത്ത് മാത്രം ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തൂടെ അങ്ങനെ താഴേക്ക് കൈക്കുഴി ഉണ്ടല്ലോ, നമ്മൾ 7.5 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തിയത് അങ്ങനെ വെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് താഴേക്ക് അങ്ങനെ അങ്ങോട്ട് ചെരിച്ചിട്ട് താഴേക്ക് അങ്ങോട്ട് വെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് കുറച്ച് വീതി ഉണ്ടാവുമല്ലോ മാക്സിൻ്റെ, അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഈ ഫ്രണ്ടത്തെ കഴുത്തൊന്ന് മാത്രം 5 ഇഞ്ചിൽ ഇറക്കം വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ആ വരച്ച ആ അടയാളത്തിലൂടെ ഒന്ന് കഴുത്ത് വെട്ടിയെടുക്കുക. ഫ്രണ്ടത്തെ കഴുത്ത് മാത്രം ഒന്ന് താഴ്ത്തി വെട്ടിക്കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്തായിട്ട് കൈ വെട്ടിയെടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന പീസ് നമുക്ക് ഇങ്ങനെയായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ആകെ കിട്ടുന്നത് 10 ഇഞ്ചാണ്. ആ 10.5 ഇഞ്ചിൽ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൈയിനായിട്ട് വേറെ വെട്ടി കൊടുക്കണം. അത് ആ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് വരുന്ന രീതിയിൽ കൈയിൻ്റെ കൈക്കുഴി ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇറക്കം അത്രേ കിട്ടുന്നുള്ളൂ, ആ ഇറക്കത്തിൽ ഇടണോൽക്ക് മതി. പിന്നെ നമുക്ക് ഇറക്കം കൂട്ടണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പീസും കൂടി വെച്ചിട്ട് ഇങ്ങനെ ലെങ്ത്ത് കൂട്ടി കൊടുക്കുക കേട്ടോ. സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ലെങ്ത്ത് കൂട്ടി കൊടുക്കുക. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കേട്ടോ കിട്ടുക. മാക്സിൻ്റെ ഒരു ലുക്ക് വന്നില്ലേ. ഇനി നമുക്ക് ഒരു പീസ് ഉണ്ട്, ലേസാണ് ഇത്. നമ്മൾക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് വെക്കുക. ഒരു 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നീളത്തിൽ വെറുതെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെറുതെ അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഒരു 2 ഇഞ്ച് വീതി വരുന്ന ലേസാണ് കേട്ടോ. ഇത് കയ്യിലുള്ളതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഈ വെള്ള പ്രിൻ്റ് വന്നപ്പോൾ ഈ ലേസ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്തതെന്ന് മാത്രം. നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നേരെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് പിന്ന് കുത്തി വെച്ചിട്ട്, അതായത് ഒരു നീഡിൽ കുത്തി വെച്ചതിന് ശേഷം തയ്ക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നമ്മൾ ഇപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്കായിട്ട് നമ്മളൊരു പോക്കറ്റ് വെക്കുന്നുണ്ട്. ഇടത്തെ ഭാഗത്താണ് നമ്മളെ പോക്കറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ 24 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്കായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു പോക്കറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. വെറുതെ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ കണ്ടോ മടക്കി തയ്ച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ഈ ലേസ് ഒന്ന് വെറുതെ ഒന്ന് വെച്ച് തയ്ച്ചെടുത്തു. നമ്മളെ മാക്സിൻ്റെ മേലൊന്ന് പിന്ന് കുത്തി കൊടുത്താൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നില്ല, കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. സെൻട്രലായിട്ട് ഓരോ പിന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് ആ മാക്സിൻ്റെ സൈഡിൽ കൂടെ, അതായത് പോക്കറ്റിൻ്റെ സൈഡിൽ കൂടെ വരുന്ന രീതിയിൽ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. നമ്മൾ ഷോൾഡറിൻ്റെ താഴേന്ന് 24 ഇഞ്ചിലാണ് കേട്ടോ ലെങ്ത്ത് എടുത്തത്. എന്നിട്ട് അവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഭാഗത്തു നിന്ന് താഴേക്കായിട്ടാണ് നമ്മൾ പോക്കറ്റ് വെക്കേണ്ടത്. ഒരു പോക്കറ്റിന് ഒരു സ്ക്വയർ ആയിട്ടുള്ള പീസ് എടുത്താലും മതി. അത് വെറുതെ ഒന്ന് മടക്കി തയ്ച്ചിട്ട് അതിൻ്റെ മേലെ ലേസ് വെച്ച് കൊടുത്താണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ പോക്കറ്റിൻ്റെ ചുറ്റുഭാഗം ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളെ പോക്കറ്റ് റെഡി ആയി കഴിഞ്ഞു. നമ്മളെ സൈഡിൽ ലെഫ്റ്റിലായിട്ടാണ് വരിക കേട്ടോ, ഇടത്തെ ഭാഗത്തായിട്ടാണ് നമ്മളെ പോക്കറ്റ് വരിക. ഇനി ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ, നീളത്തിൽ തയ്ച്ചെടുക്കുക. ക്രോസ് പീസൊന്നും തയ്ക്കണ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. എന്നിട്ട് ആ പീസ് എടുത്തിട്ട്
കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ കഴുത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തതിന് ശേഷം ഇങ്ങനെ റൗണ്ടിൽ തയ്ച്ചു കൊടുക്കുക. കഴുത്തിൻ്റെ ഭാഗം ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുക. അങ്ങനെ ചുറ്റുഭാഗവും, അതായത് ഫ്രണ്ടത്തെ കഴുത്തിൻ്റെ ഭാഗം മാത്രം 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ സാവധാനം തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഫ്രണ്ടത്തെ കഴുത്തിൻ്റെ ചുറ്റുഭാഗം ഈ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തയ്ച്ചേൻ്റെ തൊട്ടടുത്തൂടെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. ആ തയ്ച്ചേമ തട്ടാതെ വേണം കട്ടിങ് കൊടുക്കാനായിട്ട്. നമുക്കിത് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ട് ഒരു പൈപ്പിങ് പോലെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ അടുത്തൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക. എന്നാൽ നമുക്കത് പ്രസ്സായിട്ട് അവിടെ നിന്നോളും. പതിച്ചിങ്ങനെ തയ്ച്ചു കൊടുക്കുക പറയൂലേ, അതേപോലെ തയ്ച്ചു കൊടുക്കുക. എന്നാലും നമുക്ക് അവിടെ ഒരു പൈപ്പിങ് പോലെ കറക്റ്റായിട്ട് വന്നോളും. അങ്ങനെ നമ്മുടെ ഫ്രണ്ടത്തെ കഴുത്ത് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ 2 ഷോൾഡറും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ല, ഇപ്പോൾ ബാക്കിലെ പീസിൽ നമ്മൾ ബാക്കിലെ നെക്ക് കഴുത്തിൻ്റെ ഭാഗം നമ്മൾ പൈപ്പിങ് വെച്ചിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ടിലെ ഭാഗം മാത്രം വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ 2 ഷോൾഡറും ഒന്ന് കൂട്ടി തയ്ച്ചതിന് ശേഷം നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത് കൈ 2 യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൈ വെട്ടിയെടുത്തിരുന്നല്ലോ 1.5 ഇഞ്ചിൽ. അപ്പോൾ അതിൻ്റെ നടുവൊന്ന് മടക്കിയതിന് ശേഷം ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്യുക. ഞാൻ കൈയിൻ്റെ ഇറക്കം കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്. 1.5 ഇഞ്ച് മതിയെങ്കിൽ അങ്ങനെയുള്ളവർ എടുത്താൽ മതി. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മളെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിക്കുക. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പുറത്തേക്കുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഫ്രണ്ടിക്കും വേറെ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ബാക്കിക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം 2 സ്ലീവും ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഈ കയ്യിന് ഒരു ഭംഗി കൂട്ടാനായിട്ട് ഈ ലേസ് ഉണ്ടല്ലോ, ഈ വെള്ള ലേസ്, അതൊന്ന് വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ആ എൻഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കണ്ട് ലേസ് മേലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ വെറുതെ ഒന്ന് നീളത്തിൽ തയ്ച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 കൈയിനും ഇതേപോലെ നീളത്തിലൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ 2 കൈയും തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിലെ കഴുത്തുണ്ടല്ലോ, ആ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മളൊരു ക്രോസ് പീസും കൂടി വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ചുറ്റുഭാഗവും ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. കഴുത്തിൻ്റെ 3 ഇഞ്ച് ഇറക്കത്തിലാണല്ലോ നമ്മൾ ബാക്ക് കഴുത്ത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത് ആ റൗണ്ടിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഈ ക്രോസ് പീസ് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് മടക്കിയിട്ട് ആ നമ്മളെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും കൂടി ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ബാക്കിലെ പീസ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ മുന്നിലെ പീസ് ക്രോസ് പീസ് വെച്ചപ്പോൾ നമ്മൾ ഒരു പൈപ്പിങ് പോലെ തയ്ച്ച് ചെയ്യുന്നല്ലോ, ഇതങ്ങനെയല്ല. ഉള്ളിലേക്ക് ബാക്കിലെ പീസ് അങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇനി നമുക്ക് കയ്യിൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് അടയാളപ്പെടുത്തി ആ ഷേപ്പിൽ അങ്ങനെ നമുക്ക് താഴെ വരെ തയ്ച്ചു കൊടുത്താൽ നമ്മളെ മാക്സി റെഡിയാവും. അപ്പോൾ എളുപ്പമുണ്ട് തയ്ക്കാനായിട്ട്, വേഗത്തിൽ തയ്ക്കാൻ പറ്റിയൊരു മാക്സിയാണിത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ക്രോസ് പീസ് എടുത്തിട്ട് ഒരു കയറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പോക്കറ്റിനും ചെറിയൊരു കയറ് കെട്ടിയ പോലെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഷോ ബട്ടണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.